സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയണത്, ഞാൻ കേട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഉപ്പ് ഉറകെട്ടാൽ പിന്നെ എന്തിനു കൊള്ളാം. ഇതൊരു ബൈബിളിലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, മത്തായിയുടെ സുവിശേഷത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ ഈ ഉറകെട്ടാൽ എന്ന വാക്കിൻ്റെ അർത്ഥം? അതിൻ്റെ ഡിക്ഷണറി മീനിങ് കേടാകുക, ശക്തി നഷ്ടപ്പെടുക, അതുമല്ലെങ്കിൽ ഉപയോഗശൂന്യമാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ കേടായാൽ പിന്നെ മറ്റെല്ലാം വെറുതെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ വരാൻ കാരണം അത് അന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഓർക്കണം. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻ്റാണ്. അപ്പോൾ അന്ന് ഈ ഇസ്രായേൽ ജോർദാനിലൊക്കെ ഉപ്പെടുത്തിരുന്നത് മെയിനായിട്ട് ചാവുകടലിൽ നിന്നാണ്, ഡെഡ് സീ എന്നാണ്, അതുപോലെയുള്ള ഏരിയയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ഉപ്പ് ഇന്നത്തെ പോലെ പ്യുവർ സോൾട്ടല്ല, അതിൽ പല ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. ഇന്നൊക്കെ പ്യുവർ സോൾട്ടാണ് നമുക്ക് കിട്ടുക, സോഡിയം ക്ലോറൈഡാണ് കിട്ടുക. അങ്ങനെയല്ല. ഉപ്പിന് രണ്ട് മെയിൻ യൂസാണ് വരിക. ഒന്ന് പ്രിസർവേഷൻ, രണ്ട് ഫുഡിൻ്റെ ഫ്ലേവർ കൂട്ടുക, നന്നാക്കുക. അങ്ങനെ രണ്ടെണ്ണമാണ്. അത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ അപ്ലൈ ചെയ്യുക, ഒന്ന് നല്ലത് പ്രിസർവ് ചെയ്യുക, രണ്ട് ഡീക്കേ ചെയ്യണത് നോർമലായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇവിടെ എന്താ ഈ ഉറകെട്ടാൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ഉപ്പിന് പുറമെ നമുക്ക് മെഗ്നീഷ്യം ഉണ്ട്, അതുപോലെ പല ധാതുക്കളുണ്ട്, കാൽഷ്യം ഉണ്ട്, ഇങ്ങനത്തെ പല കെമിക്കൽസ് അതിലുണ്ട്. അപ്പോൾ ഒരു മഴയോ മറ്റോ പെയ്ത് കഴിഞ്ഞാൽ ഈ ഉപ്പിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഈ വെള്ളം, ഈ ഉപ്പിൻ്റെ രസം അല്ലെങ്കിൽ ഉപ്പിനെ അത് വെള്ളത്തിലേക്ക് ലയിച്ചു കൊണ്ട് പോകും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ലീച്ചിങ് എന്ന് പറയും, അല്ലെങ്കിൽ പെർക്കുലേഷൻ എന്ന് പറയും. എന്നിരുന്നാലും അവിടെ ഈ വെള്ളത്തിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, ഉപ്പിൻ്റെ അത്ര പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാത്ത കെമിക്കൽസ് അവിടെ ഉണ്ടാവും. ആണ് ഞാൻ പറഞ്ഞ പല കെമിക്കൽസ് അവിടെ ഉണ്ടെന്ന്. ഈ കെമിക്കൽസ് അവിടെ നിൽക്കും, കണ്ടു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ പോലെ ഉണ്ടാവും, പക്ഷേ അതിനൊരു ഉപ്പ് രസമില്ല. അപ്പോൾ വെറും ഒരു മണ്ണ് പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഉപ്പ് ഉറകെട്ടാൽ പിന്നെ എന്ത് കാര്യം എന്ന് ബൈബിൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളതും ഹിസ്റ്റോറിക്കലായിട്ടുള്ളതും സ്പിരിച്വലായിട്ടുള്ള ലെസൺസ് നമുക്ക് തരാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്നത്. അപ്പോൾ ഉപ്പ് ഉറകെട്ടാൽ പിന്നെ എന്തിനു കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാം, ഉപ്പൊന്നും പല ടൈപ്പാണ്. ഇത് കല്ലുപ്പ്, ഇത് പൊടിയുപ്പ്, ഇത് പിങ്ക് സോൾട്ട്, ഇതിൽ സോഡിയം കുറവാണെന്ന് പറയുന്നുണ്ട്, ഇനി അയോഡൈസ് സോൾട്ട് ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഉപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ, മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.